പ്രൊഡ്യൂസർ ഒന്ന് രഹസ്യമായിട്ട് കാണണമല്ലോ. എന്തിനാ? ഇപ്പൊ വേണ്ട, പരസ്യം ഇപ്പൊ. പിന്നെ പലട്ടാ, ഇയാള് പലപ്പോഴായിട്ട് പറഞ്ഞു രഹസ്യമായിട്ട് കാണണം. ഇവനേതോ ചുറ്റിക്കളി കേസാ. ഉറങ്ങണ്ട ശവിയെ. എന്റെ മണിക്കുട്ടി എന്നുള്ള അമ്മയുടെ പേരാ? കൊല്ലട്ടെ, കൊല്ലാം. അയ്യേ, ഇയാൾ എന്ത് വൃത്തിയോടെ കാട്ടണേ? ബാലട്ടം കിസടിക്കാൻ പോയതാ. തനിക്കെന്താ ഇവിടെ കാര്യം? ഞാൻ അല്ല, വെറുതെ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഈ ഡയറി എടുക്കാൻ വന്നാ. തനിക്കെന്തിനാ ഈ ഡയറി? വായിച്ചു പഠിക്കാൻ. ഇന്നലെ ഡിക്ഷണറി വായിച്ചിട്ട് ബാലേട്ടൻ കുറെ നേരം കരഞ്ഞു. ഒന്നും മനസ്സിലാവണ്ട് അല്ലേ ബാലേട്ടാ? കുഞ്ഞുണ്ണി പറഞ്ഞു കവിത എഴുതുമെന്ന്. തമ്പുരാട്ടി എഴുതിയ കവിത ഒന്ന് വായിക്കാൻ തരുമെന്ന് അറിയാൻ വന്നതാ. വന്നപ്പോ നല്ല ഉറക്കം. ഉണത്തണ്ടാന്ന് കരുതി. ആവശ്യമില്ലാത്ത ആരെയും ഈ മുറിക്കകത്ത് ഞാൻ കടത്താറില്ല. ഇറങ്ങി പോടോ, പോകാൻ. അയ്യത് എന്ത് പെണ്ണ ബാലേട്ടാ? ഒന്ന് നിൽക്ക. നിങ്ങൾക്കിപ്പോ ഈ ഡയറിയല്ലേ വേണ്ടു? എടുത്തോളൂ. ഞാൻ എഴുതിയ എല്ലാ കവിതകളും ഇതിലുണ്ട്. കൊണ്ടുപോയിക്കോളൂ. മണിക്കുട്ടി, താങ്ക്സ് ഉണ്ട് കേട്ടോ. മണിക്കുട്ടി എനിക്ക് പേരുള്ള വിവരം എങ്ങനെ അറിയാം? ഡയറിയില് മണിക്കുട്ടി എഴുതിയിരിക്കുന്ന കണ്ടു. ഞാൻ നീ മണിക്കുട്ടിനെ വിളിക്കൂ. ഫോട്ടോഗ്രാഫേ നല്ല ബെസ്റ്റ് ജാക്കി. നായിന്റെ മോനെ, കേറി കേറി കൊട്ടാരത്തിലാണോ അതിന്റെ കളി? വേണ്ട സുധാകര, വിട്ടേരെ. മിടുക്കനാണ് നീ. കൂട്ടത്തി മിടുക്കൻ നീ തന്നെയാ. വന്നപ്പോഴേ നിന്നെ ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു. മോനെ, ഇത് ഉത്സവപ്പറമ്പ. അമിട്ടുകൾ പൊട്ടിക്കുമ്പോ ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. വാടാ. അയാൾ എന്താ ബാലേട്ടാ, വെടിക്കാരനാ? അല്ല വെടിക്കാരാ, വാണമല അറിയോ? അറിയാവടാ? പരമേശ്വരനും സുധാകരനും അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചായിരിക്കും അല്ലേ? അതെ, ഞങ്ങൾക്ക് അഭിനയിക്കാൻ മോഹമുണ്ടെന്ന് വലിയേട്ടന് മനസ്സിലായല്ലേ? പിന്നെ അളിയനാരാ മോൻ? നടക്കട്ടെ നടക്കട്ടെ. എടാ ശവിയെ, നിന്നെയൊക്കെ ഞാൻ അസലായിട്ട് അഭിനയം പഠിപ്പിക്കുന്നുണ്ട്. സംവിധാനം വരുന്നു, സിനിമക്കാരെ, സംവിധാനം വരുന്നു. എല്ലാത്തിനും ഞാൻ പിച്ചാത്തിക്ക് പിടിവെക്കും. ഞാനല്ല എന്താ സംഭവം? കാര്യം പറഞ്ഞല്ലേ?
സംവിധായകൻ സംവിധായകൻ ഞാൻ സംവിധായകനല്ല, ഞാൻ കല്ലൂർക്കാരൻ കൊട്ടേഷൻ വർക്കി. നീ വീട് മേടിച്ചോ? ആ ബാഗ് എടുത്തോ. എടാ, നീ കല്യാണം കഴിച്ച സുന്ദരിയാണല്ലോ. സംവിധായകനാ സംവിധായകൻ ആ, ഇതാര് അമ്മായിയപ്പനായിരിക്കും അല്ലേ? സംവിധായകൻ താമസിച്ചുപോയി വരാൻ. അത് ശരി. ഏതാടാ രണ്ട് കുട്ടികൾ മോന്തക്കെട്ടൊന്ന് കൊടുക്കട്ടെ. അളിയന്മാരാ അളിയന്മാര്. അളിയനാ? നമസ്കാരം അളിയൻസ്. ഓ എല്ലാരും വന്നോ? തിന്നോ തിന്നോ, കൂടുതൽ ഞാൻ തീറ്റിക്കൂല. എന്താടാ തീറ്റയുടെ കാര്യം പറഞ്ഞ? അവിടെ പോയി കഴിക്കാന്ന് പറയാ. ഹലോ, നമുക്ക് വിശദമായിട്ടൊന്ന് കാണണം. ഇപ്പൊ തന്നെ കാണാ. ഓ, എന്ത് നല്ല അളിയന്മാരുടെ വെള്ളയുടെ കാര്യം പറഞ്ഞത്. വന്നേ വന്നേ വന്നേ. വരാം, ഞാൻ വരാം, ആ. വൈകിട്ട് വരാം. വരാന്ന്. എടാ, ഇങ്ങനെ പോയാൽ ഇവന്മാരെ ഇന്ന് രാത്രി തന്നെ കാണേണ്ടി വരും. വിശദമായിട്ട് വാ. ഞാൻ സംവിധായകനാ. എടാ ബാല, നായിക ആരാടാ? നർമ്മദ കുൽക്കർണിന്റെ തരാം. എന്താ പറ്റോ? പറ്റൂല. നായിക ഹേമാമാലിനി തന്നെ വേണം, അല്ലാതെ ഞാൻ സംവിധാനിക്കൂലടാ. ഒരു സംവിധായകന്റെ പണി എന്തുണ്ടെന്ന് അറിയോസ്റ്റാ? ക്യാമറ പിടിക്കല് അതെല്ലാം എനിക്കറിയാം. നീ അതങ്ങ് പറഞ്ഞു തന്നേച്ചാ മാത്രം മതി. അതെ ചേട്ടൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് മാത്രം പറഞ്ഞാ മതി. ഇത്ര ആരെന്തിട്ടും മോശമായിട്ട് പെരുമാറിയാലും ഒരു സംവിധായകൻ ഡീസന്റ് ആയിരിക്കണം. ഞാൻ ഇൻഡീസെന്റാ. ഡീസന്റ് ആണല്ലോ. ഉദാഹരണത്തിന് ഇവിടുത്തെ തമ്പ്രാക്കന്മാർ ചേട്ടന്റെ തന്തയ്ക്ക് വിളിച്ചാൽ എന്ത് ചെയ്യും? കുത്തി ഞാൻ വർക്കിച്ച നീ ഒരു സംവിധായകനാണ്. ഞാൻ മറന്നുപോയി. ഇങ്ങൊരു കുളമാക്കുന്ന തോന്നണ പാലട്ടാ. തന്റെ പഴയ സ്വഭാവം കാണിച്ച തമ്പ്രാക്കന്മാര് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ഇല്ലല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചേട്ടന്റെ പേരെന്താ? കല്ലൂർക്കാടൻ കൊട്ടേഷൻ വർക്കി. കല്ലൂക്കാരൻ കൊട്ടസം വർക്കല്ല. ഇന്നു മുതൽ ചേട്ടൻ സംവിധായകൻ വർക്കി. പക്ഷെ വെറും പെറുക്കി ആവരുത് വർക്കി. നീയാണ് ഈ കഥയിലെ നായകൻ. ഓക്കെ, താൻ ഈ കഥയിലെ വില്ലൻ. ഞാൻ ആരെന്നാ പറഞ്ഞേ? വില്ലൻ, ഏ വില്ലൻ. ആ അങ്ങനെ പതുക്കെ പറ. ആ, 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 ആ. ആദ്യം തോക്ക് പടക്കി പോക്കറ്റിൽ. ഞാൻ പറഞ്ഞുതരാം. വില്ലൻ നായകനെ ഇടിക്കുന്നു. ഏ? പൊട്ടനാണല്ലേ, ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. വില്ലൻ നായകനെ ഇടിക്കുന്നു. ഇങ്ങനെയല്ലേ? എന്നെയല്ലടാ പന്നി. ആരെയാ പന്നിന്ന് വിളിച്ചേ? പന്നി എന്ന് പറഞ്ഞ കേൾക്കുമല്ലേ? നല്ല കാര്യം പറഞ്ഞാൽ മാത്രം കേൾക്കൂല. ഇനി നമുക്ക് തുടങ്ങാം. ആ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. പോരാ 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 പോരാ, ആ മതി. ഇനി നായകൻ വില്ലനെ ഇടിക്കുന്നു. റെഡി? ഓക്കെ. പോരാ പോരാ ഇതിന്റേതായ രീതി. പോരാ പോരാ. അയ്യോ വർക്കിച്ചേട്ടന്റെ തല്ലിന്. ഇങ്ങോട്ട് വേഗം കേറി പോ. ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ഷൂട്ടിംഗ്. മാറി നിൽക്കും. ഓഡിയൻസ് പറ. നമ്മളിവിടെ എന്തിനാ വന്നിരിക്കുന്ന അറിയോ? സീരിയൽ പിടിക്കാൻ. ആ പെണ്ണിനെ കൊല്ലാൻ. ആരെ? അയ്യോ നിന്നെ തമ്പരാട്ടിയെ കൊല്ലാൻ. ഇന്ന് ഷൂട്ടിംഗ് ഇല്ല. എനിക്കൊരാളെ കൊല്ലാനുണ്ട്. അല്ല കൊല എന്ന് പറഞ്ഞു വാഴക്കൊലയാ? തേങ്ങാക്കൊലയുടെ കാര്യം. ഓ, നല്ലൊരു ചെറുപ്പക്കാരൻ, ചെവിക്ക് കണ്ണ് കണ്ടുകൂടല്ലേ? ഇന്ന് രാത്രിക്കുള്ളിൽ അവളുടെ കഥ കഴിഞ്ഞിരിക്കണം. വർക്കിച്ചേട്ടന് പേടി തോന്നുന്നുണ്ടോ? പേടിയോ? എനിക്കോ? അതിന് വേറെ ആളോ? ഈ കല്ലൂക്കാടൻ വർക്കി ജീവിതത്തിൽ ഒരുത്തിനെയും പേടിച്ചിട്ടില്ല. അടക്ക്. വർക്കിച്ചേട്ടാ അവിടെ നല്ല ഉറക്കായിരിക്കും. കത്തിയിട് കത്തിയിട്. അയ്യോ, കത്തിയെടുക്കാൻ മറന്നുപോയി. വരട്ടാ കത്തി സൂസിട്ട് 2 കാലുകൾ. കാര്യം തുടർന്ന് പറയടാ. ഞങ്ങൾ അവളെ കൊല്ലാൻ വേണ്ടി ചെന്നതാ. കത്തിയെടുക്കാൻ മറന്നുപോയി. പെട്ടെന്നൊരു കത്തി വന്ന് ഞങ്ങളുടെ മുന്നിൽ തറച്ചു. ഷൂസിട്ട 2 കാലുകളും. മണ്ണാൻ കെട്ട ധൈര്യം പോയി കിടന്ന് ഉറങ്ങടാ. കല്ലൂർക്കട വർക്കിയാണ് പോലും പേടിത്തോണ്ടാൻ. ബാല, ഞാൻ പറഞ്ഞ സത്യമാ. വലട്ടാ സത്യാണ്. മീണ്ടി പോരുത്. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല.